വെൽക്കം ബാക്ക്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? ദി ഫിനോമിനൻ ഓഫ് intermixing of atomic orbitals of almost similar energy and different shape to form same number of new orbitals that are equivalent in energy and identical in shape. And the new orbitals are called hybrid orbitals. അതുപോലെ ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതുപോലെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് എസ്, പി ആൻഡ് ഡി ഓർബിറ്റൽസ്. ഈ മൂന്ന് ടൈപ്പ് ഓർബിറ്റൽസ്, എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, ഈ മൂന്ന് ടൈപ്പ് ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് എസ് ആൻഡ് പി ഓർബിറ്റൽസ്. ഫസ്റ്റ് sp hybridization. sp hybridization. It is a intermixing of one s orbital and one p orbital forming two hybrid orbitals which are equivalent in energy and identical in shape. ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടി ഇൻ്റർമിക്സ് ചെയ്ത് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഈ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റലിനും ഒരേ എനർജിയാണ്, ഒരേ ഷേപ്പാണ്. ദാറ്റ് ഈസ് കോൾഡ് sp hybridization. ഇപ്പോൾ ഇവിടെ രണ്ട് ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആൻഡ് ഈച്ച് ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽ ഹാവ് 50% s ക്യാരക്ടർ ആൻഡ് 50% p ക്യാരക്ടർ. കാരണം ഒരു എസ്സും ഒരു പിയും കൂടെയാണ് മിക്സ് ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് പകുതി എസ് ക്യാരക്ടറും പകുതി പി ക്യാരക്ടറും ആയിരിക്കും. 50% s ക്യാരക്ടർ ആൻഡ് 50% p ക്യാരക്ടർ. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റലാണ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഫോം ചെയ്യുക. അത് ഈ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യാം? മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഷേപ്പ് വരിക? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ മാക്സിമം ഡിസ്റ്റൻസിൽ വന്നാൽ ലീനിയർ ഷേപ്പ് വരും. So sp hybridization results linear shape and bond angle is 180 degree. Linear shape ആയിരിക്കും, bond angle 180 degree ആയിരിക്കും. It is also called diagonal hybridization. sp hybridization is also called diagonal hybridization. Any example for sp hybridization? An example is beryllium chloride, BeCl2. സെൻട്രൽ ആറ്റം ഏതാണ്? ബെറിലിയം. അറ്റോമിക് നമ്പർ ഓഫ് ബെറിലിയം ഇസ് 4. വാട്ട് ഈസ് ഇറ്റ്സ് കോൺഫിഗറേഷൻ? 2 ആണ് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺ എന്താണ് എസ് സബ് ഷെല്ലിൽ പോകും. സോ 1s2. ഇനി സെക്കൻഡ് ഷെല്ലിലെ 2 ഇലക്ട്രോണ്, സെക്കൻഡ് ഷെല്ലിലെ 2 സബ് ഷെൽസ് ആണുള്ളത്, എസ് ആൻഡ് പി. അതിൽ എസ്സിലേക്ക് ബാക്കിയുള്ള 2 ഇലക്ട്രോൺ എൻ്റർ ചെയ്യും. സോ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഓഫ് ബെറിലിയം ഈസ് 1s2, 2s2. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? സെക്കൻഡ് ഷെൽ ഈസ് വാലൻസ് ഷെൽ ആൻഡ് 2 ഇലക്ട്രോൺസ്. 2 വാലൻസ് ഇലക്ട്രോൺ ആണ്. അതിൻ്റെ ബോക്സ് റെപ്രസെൻറ്റേഷനാണിത്. 2s 2 ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി 2p ഇവിടെ എം ടി ആണ്, 2pയിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ 2p 0. ഇനി ഇതനുസരിച്ച് ഈ കോൺഫിഗറേഷൻ അനുസരിച്ച് എന്താണ്? ഈ വാലൻസ് ഷെല്ല് പെയർഡാണ്. 2s 2 ഇലക്ട്രോണേ ഉള്ളൂ, അത് പെയർഡാണ്. പക്ഷേ ബെറിലിയം ക്ലോറൈഡിൽ 2 ബെറിലിയം ക്ലോറിൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. സോ വൺ ഓഫ് ദിസ് ഇലക്ട്രോൺ ഈസ് എക്സൈറ്റഡ് ടു ദി 2p ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ 2 ബോണ്ട് ഫോം ചെയ്യേണ്ടതുകൊണ്ട് വൺ ഓഫ് ദി 2s ഇലക്ട്രോൺ ഈസ് എക്സൈറ്റഡ് ടു ദി 2p ഓർബിറ്റൽ. സോ ദി എക്സൈറ്റഡ് കോൺഫിഗറേഷൻ 1s2, 2s1, 2p1. 2s ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇതാണ് ബോക്സ് റെപ്രസെൻറ്റേഷൻ വരിക, 2s1, 2p1. ഇനി ഇപ്പോൾ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസായി 2 ബോണ്ട് ഫോം ചെയ്യാം. പക്ഷേ അതിന് ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് എനർജിയുമാണ്. സോ ബിഫോർ ഓവർലാപ്പിംഗ് ദിസ് എസ് ഹാഫ് ഫിൽഡ് എസ് ആൻഡ് പി ഓർബിറ്റൽസ് ആർ ഇൻ്റർമിക്സിങ് ഫോമിങ് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ദേ ഹാവ് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ്. ഇപ്പോൾ ഈ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്യുന്നു. അപ്പോൾ ഒരു എസ്സും ഒരു പിയും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഈസ് sp hybridization. ആൻഡ് ഈച്ച് ഓഫ് ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് are linearly arranged and the bond angle is 180 degree. രണ്ട് ബെറിലിയത്തിന് ചുറ്റും ഈ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു.
and bond angle is 180 degree. And these hybrid orbitals are overlapping with the p orbital of chlorine, forming 2 beryllium chlorine sigma bonds. 2 beryllium chlorine sigma bond form ചെയ്യുന്നു. That is the bonding in beryllium chloride, sp hybridization. sp hybridization എന്ന് പറഞ്ഞാൽ എന്താണ്? Intermixing of 1 s and p orbital forming 2 hybrid orbitals that are linearly arranged with an angle of 180 degree. And each of the hybrid orbital have 50% s character and 50% p character. The next type hybridization is sp2 hybridization. And പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, it is intermixing of 1 s orbital and 2 p orbital forming how many hybrid orbitals? 3 hybrid orbitals. Intermixing of 1 s orbital and 2 p orbital forming 3 hybrid orbitals. ഈ റിപ്പൾഷൻ ഏറ്റവും കുറഞ്ഞിരിക്കണമെങ്കിൽ ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്കാണ് ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അറേഞ്ച് ചെയ്യുക. സോ ദി ഷേപ്പ് ഈസ് ട്രയഗണൽ പ്ലാനാർ. ആൻഡ് വാട്ട് അബൌട്ട് ബോണ്ട് ആംഗിൾ? 120 degree. Trigonal planar with bond angle 120 degree. ഇപ്പോൾ sp2 ഹൈബ്രിഡൈസേഷനുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ആണ്. ബോണ്ട് ആംഗിൾ 120 degree ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദി പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ആൻഡ് പി ക്യാരക്ടർ? ഈച്ച് ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ equivalent in energy and identical shape with 1 big lobe and 1 small lobe. ആൻഡ് ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ഒരു എസ്സും 2 പിയും കൂടിയാണ് ഇൻ്റർമിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ആൻഡ് പി ക്യാരക്ടർ എന്തായിരിക്കും? 1/3 എസ് ക്യാരക്ടറും 2/3 പി ക്യാരക്ടറും, അല്ലെങ്കിൽ അറൗണ്ട് 33% എസ് ക്യാരക്ടർ ആൻഡ് റിമൈനിങ് പി ക്യാരക്ടർ. 3/1 എസ് ക്യാരക്ടറും 3/2 പി ക്യാരക്ടറും, അല്ലെങ്കിൽ ഏതാണ്ട് 33% എസ് ക്യാരക്ടറും ബാക്കി പി ക്യാരക്ടറുമായിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുക. That is sp2 hybridization, intermixing of 1 s orbital and 2 p orbital forming 3 hybrid orbitals. These hybrid orbitals are directed towards the corners of a triangle with the bond angle 120 degree. And each of the hybrid orbitals have 33% s character and remaining p character. An example for sp2 hybridization. For example, Bf3 Boron Trifluoride molecule. Central atom is boron, atomic number 5, configuration എന്ത് വരും? So 1s2, 2s2, 2p1. That is the ground state configuration of boron. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 3 വാലൻസ് ഇലക്ട്രോൺസ്. അതിനെ ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക 2s വിത്ത് 2 ഇലക്ട്രോൺ ആൻഡ് 2pയിൽ ആകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇനി ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്? ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ. അപ്പോൾ അത് 3 ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് ഉണ്ട്, 3 ബോറോൺ ഫ്ലൂറിൻ സിഗ്മ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. ഈ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ 3 ബോറോൺ ഫ്ലൂറിൻ സിഗ്മ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് റിക്വയർസ് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. സോ ഹിയർ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ഈസ് റിക്വയർഡ്. ഇവിടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നു. So excited configuration. One of the 2s electron is excited to the 2p orbital. ഒരു 2s ഇലക്ട്രോണിനെ ഒരു empty 2p ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും കോൺഫിഗറേഷൻ? 1s2, 2s1, 2p2. 2sലെ ഒന്ന് 2pയിലേക്ക് മാറി. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ? ബോക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ കാണിക്കാം? ഇപ്പോൾ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസായി. ഇപ്പം Bf3യിൽ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആണ് വേണ്ടത്, 3 ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് ഡിഫറെൻറ്റ് ഷേപ്പും എനർജിയുമാണ്. സോ ദേ ആർ ഇൻ്റർമിക്സിങ്. 1 s orbital and 2 p orbital intermix undergoing sp2 hybridization forming 3 hybrid orbitals around boron. And these 3 hybrid orbitals are arranged at the corners of a triangle. സെൻട്രൽ ബോറോൺ ആറ്റത്തിന് ചുറ്റും ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്ക് ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഡയറക്റ്റ് ചെയ്യും വിത്ത് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. അതാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈച്ച് ഓഫ് ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓവർലാപ്പിംഗ് വിത്ത് പി ഓർബിറ്റൽ ഓഫ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ പി ഓർബിറ്റലുമായിട്ട് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുക. എത്ര ബോണ്ട് ഫോം ചെയ്യും?
3 ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്, 3ഉം ഫ്ലോറിൻ്റെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് 3 ബോറോൺ ഫ്ലോറിൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് എ ഹൈബ്രിഡൈസേഷൻ ഇൻ Bf3 മോളിക്യൂൾ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് Sp3 ഹൈബ്രിഡൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്. Sp3 ഹൈബ്രിഡൈസേഷൻ എന്താണ്? Intermixing of 1 s orbital and 3 p orbital, forming 4 hybrid orbitals with the equivalent energy and identical shape. And what is the shape? Tetrahedral shape. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ടെട്രാഹിഡ്രലി അറേഞ്ച് ചെയ്യുന്നു. ആൻഡ് ബോണ്ട് ആംഗിൾ ഈസ് 109.5 degree. Example for what is the percentage of S character and P character? 25% S character and 75% P character. അല്ലെങ്കിൽ 1/4 S character and 3/4 P character. അപ്പോൾ ടോട്ടൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഷേപ്പ് ടെട്രാഹീഡ്രലാണ്. ബോണ്ട് ആംഗിൾ 109.5 degree ആൻഡ് 25% S character ആൻഡ് 75% P character. എക്സാമ്പിൾ ഏതായിരുന്നു Sp3 ഹൈബ്രിഡൈസേഷന്? CH4 മീഥൈൻ മോളിക്യൂൾ. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. മീഥൈൻ മോളിക്യൂളിൽ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ കാർബൺ 1s2 2s2 2p2 2sൽ 2 ഇലക്ട്രോൺ 2pയിലും 2 ഇലക്ട്രോൺ. ഇനി ഇവിടെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. പക്ഷേ മീഥൈൻ മോളിക്യൂൾ CH4 ആണ് എക്സാമ്പിൾ. CH4ൽ 4 CH സിഗ്മ ബോണ്ട് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു 2s ഇലക്ട്രോൺ empty 2p ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എന്ത് വരും? 1s2 2s1 2p3. 2sലെ 1 2pയിലേക്ക് പോയി. അപ്പോൾ 2s1 2p3 2pയിലെ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നു. Sp3 ഹൈബ്രിഡൈസേഷൻ ഫോമിംഗ് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ദേ ആർ ടെട്രാഹിഡ്രലി അറേഞ്ച്ഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 109.5 degree. ആൻഡ് ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ടിങ് വരിക. സോ ദിസ് 4 hybrid orbitals are overlapping with the 1s orbital of hydrogen, forming 4 CH carbon hydrogen sigma bonds. That is a hybridization in methane molecule. That is example for Sp3 hybridization. So intermixing of 1s and 3p orbital forming 4 hybrid orbitals. Tetrahedral shape, bond angle 109.5 degree and 25% S character and 75% P character. Another example for Sp3 hybridization is NH3 molecule. NH3 molecule central atom ഏതാണ്? നൈട്രജൻ. നൈട്രജൻ്റെ atomic number 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 2,5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ആദ്യത്തെ 2 ഇലക്ട്രോൺ S ഓർബിറ്റൽ എൻ്റർ ചെയ്തു 1s2. ഇനി 5 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലിൽ എസും പിയും സബ് ഷെൽസ് ആണുള്ളത്. എസ്സിൽ 2 ഇലക്ട്രോൺ 2s2. ഇനി ബാക്കിയുള്ള 3 ഇലക്ട്രോൺ പി സബ് ഷെല്ലിൽ എൻ്റർ ചെയ്യും 2s2 2p3. ബോക്സ് റെപ്രസെൻറ്റേഷൻ നോക്കുക. 2sൽ 2 ഇലക്ട്രോൺ 2pയിൽ 3 ഇലക്ട്രോൺസ്. അത് 3 ഓർബിറ്റലിൽ ഹാഫ് ഫിൽഡ് ആയിട്ടാണ് എൻ്റർ ചെയ്യുക. ഇനി ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്? 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഇതാണ് വാലൻസ് ഷെല്ല്. അതിൽ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. നമുക്ക് വേണ്ട NH3യിൽ എത്ര ബോണ്ട് ഉണ്ട്? 3 NH സിഗ്മ ബോണ്ടാണുള്ളത്. നൈട്രജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടാണ്. 3 NH സിഗ്മ ബോണ്ടാണ് NH3യിലുള്ളത്. ഓൾറെഡി 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ ഇനി ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യണമോ? വേണ്ട. ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഇസ് നോട്ട് റിക്വയർഡ് ഹിയർ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നത് ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയല്ല, ആവശ്യത്തിന് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ബോണ്ട് ചെയ്യാൻ ആവശ്യമായ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുക. സോ ഹിയർ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഇസ് നോട്ട് നീഡഡ്. ദിസ് ഈസ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇങ്ങനെ തന്നെ ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യാം, കാരണം 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓൾറെഡി ഉണ്ട്. ഇനി NH3യുടെ ഷേപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ്? പിരമിഡൽ ഷേപ്പ്.
NH3ക്ക് പിരമിഡൽ ഷേപ്പാണ്. അതിലൊരു ലോൺ പെയറും 3 ബോണ്ട് പെയറും ഉണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 4 ഇലക്ട്രോൺ പെയറുള്ള മോളിക്യൂൾസിനാണ് പിരമിഡൽ ഷേപ്പ് വരിക. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 4 ഇലക്ട്രോൺ പെയറുള്ള മോളിക്യൂൾസിനാണ്. എസ്സിലെ ഈ ഫിൽഡ് ഓർബിറ്റിലും ഈ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റിലും കൂടി ഓവർലാപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇൻ്റർമിക്സ് ചെയ്യുന്നു. സോ ഹിയർ ഓൾസോ ദി ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിലും ആ പിരമിഡൽ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ എസ് ഓർബിറ്റലും കൂടി ഇൻ്റർമിക്സ് ചെയ്യണം. സോ this 2s orbital, 1 2s orbital and 3 2p orbitals are intermixing. So what is the hybridization? sp3. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി മിക്സ് ചെയ്യുന്നു. sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ് വരേണ്ടത്. പക്ഷേ അതിലൊന്ന് ഇവിടെ ലോൺ പെയർ ആണ്. നമുക്ക് VSEPR തിയറി ഹൈബ്രിഡൈസേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ളത് ഒന്ന് ലോൺ പെയർ ആണ്. അപ്പോൾ ലോൺ പെയറിന് കൂടുതൽ റിപ്പൽഷൻ ഉണ്ട് അല്ലേ? ലോൺ പെയർ മാക്സിമം റിപ്പൽഷൻ വരും. Lone pair is placed at maximum distance and so bond pairs are closing each other. 4 hybrid orbitals ഉണ്ടായി and one of the hybrid orbital is occupied by lone pair. അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നൈട്രജന് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പക്ഷേ അതിലൊന്ന് ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഡിസ്റ്റൻസിൽ വരും. So the remaining 3 hybrid orbitals are closing each other and the angle reduces to 107 degree. അമോണിയയുടെ ബോണ്ട് ആംഗിൾ 107 degree ആണ്. ആൻഡ് ദി ഷേപ്പ് ഈസ് പിരമിഡൽ ഷേപ്പ്. ലോൺ പെയർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 ബോണ്ട് വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിട്ട് മാറും? പിരമിഡൽ ഷേപ്പ് ആവും. നൈട്രജൻ അണ്ടർഗോ sp3 hybridization forming 4 hybrid orbitals and one of the hybrid orbital is occupied by lone pair. And the remaining 3 hybrid orbitals are overlapping with the 1s orbital of hydrogen. ബാക്കിയുള്ള 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്ത് എന്താണ് 3 NH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 3 നൈട്രജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യും. ദറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ഇൻ NH3. വാട്ടർ മോളിക്യൂളുള്ള ഹൈബ്രിഡൈസേഷൻ. H2O. സെൻട്രൽ ആറ്റം ഏതാണ്? ഓക്സിജൻ ഇസ് ദ സെൻട്രൽ ആറ്റം. വാട്ട് ഇസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ? 8 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 6 വരും. ആദ്യത്തെ 2 ഇലക്ട്രോൺ എസ് ഓർബിറ്റലിൽ പോയി. ഇനി ബാക്കിയുള്ള 6 ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് എൻ്റർ ചെയ്യുക. ആദ്യത്തെ 2 എണ്ണം 2s പോയി. ബാക്കി 4 എണ്ണം 2pയിലും എൻ്റർ ചെയ്യും. 1s2 2s2 2p4. എത്ര ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 6 ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ബോക്സ് റെപ്രസെൻറ്റേഷൻ 2s2 2p. 2pയിൽ 3 ബോക്സ് വരയ്ക്കുക. 4 ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് പെയർഡാണ്. 3 എക്സാക്ട്ലി ഈക്വലൻ്റ് ആണ്. അതിൽ ഒരു ഓർബിറ്റിൽ പെയർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 2s2 2p4. ദാറ്റ് ഇസ് എ കോൺഫിഗറേഷൻ ഇൻ ഓക്സിജൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്. ഓക്സിജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണിത്. ഇനി ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റലുണ്ട്? 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുണ്ട്. എത്ര ബോണ്ട് ഉണ്ട് ഓക്സിജൻ ഇവിടെ? 2 ഹൈഡ്രജനുമായിട്ട് 2 സിഗ്മ ബോണ്ടാണുള്ളത്. ഓൾറെഡി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. സോ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഇനി H2 ഷേപ്പ് എന്തായിരുന്നു? ബെൻഡ് ഷേപ്പ്. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അങ്ങനെ തന്നെ ഓവർലാപ്പ് ചെയ്യുകയല്ല ചെയ്യുക. ഈ ബാലൻസ് ഓർബിറ്റൽസ് എല്ലാം കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നു. 1 s ഓർബിറ്റൽ ആൻഡ് 3 p orbital is intermixing. So the hybridization is sp3 forming 4 hybrid orbitals. And out of these 4 hybrid orbitals, 2 of them are occupied by lone pairs. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഹൈബ്രിഡൈസ് ചെയ്യുന്ന ഓർബിറ്റൽസിൽ മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഓർബിറ്റലുമാണ് ഫോം ചെയ്യുക. അപ്പോൾ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് പെയർഡ് ആയിരിക്കും. 2 of the hybrid orbitals are occupied by lone pairs. ബാക്കിയുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ 2 ലോൺ പെയർസ് വരുന്നതുകൊണ്ട് ഷേപ്പിൽ എന്താണ്? ഡിസ്റ്റോർഷൻ വരും അല്ലേ? ഷേപ്പിൽ ചേഞ്ച് വരും. ലോൺ പെയർ റിപ്പൽഷൻ വരുന്നതുകൊണ്ട് ലോൺ പെയർസ് ഏറ്റവും അകലത്തിൽ പ്ലേസ് ചെയ്യും. സോ ദാറ്റ് റിസൾട്ട്സ് ബെൻഡ് ഷേപ്പ് ഇൻ H2O. വാട്ടർ മോളിക്യൂളിൽ ഹൈബ്രിഡൈസ്ഡ് ഓക്സിജൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഫോമാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതിൽ
രണ്ടെണ്ണം ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യും. ആൻഡ് ബാക്കിയുള്ള രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ്റെ വണ്ണസുമായി ഓവർലാപ്പ് ചെയ്ത് H2O മോളിക്യൂൾ ഫോം ചെയ്യും. ആൻഡ് ദി ഷേപ്പ് ഈസ് ബെൻഡ് ഷേപ്പ്. ബോണ്ട് ആംഗിൾ ഈസ് 104.5 ഡിഗ്രി. ദാറ്റ് ഈസ്. ഇനി നമുക്ക് ഓർഗാനിക് മോളിക്യൂൾസിലുള്ള ഹൈബ്രിഡൈസേഷൻ, ഹൈഡ്രോ കാർബൺസിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണെ നമ്മൾ 3 ടൈപ്പായിട്ട് പറയും: ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അതിലൊക്കെ വരുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. ദി സിംപ്ലസ്റ്റ് ആൽക്കെയിൻ മീതെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മീതെയിനാണ് ഫസ്റ്റ് ആൽക്കെയിൻ. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? Sp3. ഇനി ഒന്നിലധികം കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. സെക്കൻഡ് ആൽക്കെയിൻ ഈസ് C2H6 ഈതെയിൻ. ഈതെയിൻ C2H6. ഇതിൽ 2 കാർബൺ ഉണ്ട്. അല്ലെങ്കിൽ C2H6നെ ഇങ്ങനെ എഴുതാം: CH3CH3. ഇതാണ് C2H6. ഇതിലുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഈതെയിൻ മോളിക്യൂൾ ദർ ഇസ് 2 കാർബൺ ആറ്റംസ് ആൻഡ് ഇൻ ഈച്ച് കാർബണിൻ്റെ കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാർബണിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p2, 2s2, 2p2. ഇനി 4 ബോണ്ട് ഫോം ചെയ്യണം കാർബണിന്. ഈ കാർബൺ നോക്കുക, 3 ഹൈഡ്രജനുമായിട്ടും ഒരു കാർബൺ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ വേണം. ഈ ഇലക്ട്രോൺ ഇവിടേക്ക് എക്സൈറ്റ് ചെയ്യണം. അപ്പോൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ 1s2, 2s1, 2p3, നാല് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസായി. ഇനി ഈതെയിനിലെ ഈ 2 കാർബണും ഇതുപോലെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആൻഡ് ദിസ് 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഇൻ്റർമിക്സിങ്. ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ ഈസ് എഗെയിൻ Sp3 ഹൈബ്രിഡൈസേഷൻ. ആൽക്കെയിനാണ് നമ്മളിവിടെ പറയുന്നത്. ആൽക്കെയിൻസിൽ വരുന്ന ഹൈബ്രിഡൈസേഷനാണ്. അതിൽ സെക്കൻഡ് ആൽക്കെയിനാണ് ഈതെയിൻ. മീതെയിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഓൾറെഡി പറഞ്ഞു Sp3. ഈതെയിനിലും Sp3 ഹൈബ്രിഡൈസേഷനാണ്. On each carbon there is Sp3 hybridization. And Sp3 hybridization നടക്കുമ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓൺ ഈച്ച് കാർബൺ. ഓരോ കാർബണിലും 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? ടെട്രാഹിഡ്രലി അറേഞ്ച് ചെയ്യുന്നു. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ അറേഞ്ച്ഡ് ടെട്രാഹിഡ്രലി. നമുക്ക് ഏതാണ്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. കാർബണിലുള്ള 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അടുത്ത കാർബണിലും ഇതുപോലെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇങ്ങനെ ഓൾമോസ്റ്റ് ടെട്രാഹിഡ്രലായിട്ട് കാർബൺ അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 109.5 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരും. So in each carbon there is 4 Sp3 hybrid orbitals. ഇതെല്ലാം Sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അതിൻ്റെ ബിഗ് ലോബ്സ് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ സ്മോൾ ലോബ്സ് ഉണ്ട്. സാധാരണ നമ്മൾ കൂടുതൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരുമ്പോൾ ബിഗ് ലോബ്സ് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓൺ ഈച്ച് കാർബൺ. ഇനി അതെങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുക? ഓരോ കാർബണിലും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസായി. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ 3 ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഓരോ കാർബണിലുമുള്ള 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്ത് എന്താണ്? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 1s orbital of hydrogen forming 3CH sigma bond. 3 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി അതുപോലെ ഈ കാർബൺ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഫോമിങ്
3 CH sigma bonds on each carbon. ഓരോ കാർബണിലും 3 CH sigma bond ഫോം ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത കാർബണിലും ഇതുപോലെ 3 CH sigma bond ഫോം ചെയ്തു. ഇനി ബാക്കി ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. അത് പരസ്പരം ഇവിടെ കാർബൺ കാർബൺ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. സോ ഈച്ച് കാർബൺ അണ്ടർഗോ sp3 hybridization forming 4 hybrid orbitals and 3 of them overlap with the 1s orbital of hydrogen forming 3 CH sigma bonds on each carbon. And the remaining hybrid orbital on each carbon overlap each other. 2 കാർബണിലും ബാക്കിയുള്ള ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ടും ഫോം ചെയ്യും. ദാറ്റ് ഈസ് എ ഹൈബ്രിഡൈസേഷൻ ഇൻ ഈഥെയ്ൻ മോളിക്യൂൾ. അതാണ് ഈഥെയ്ൻ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ. ഇനി ഈഥെയ്ന് പകരം നമ്മൾ പ്രൊപ്പെയിൻ എടുക്കുകയാണെങ്കിലോ, പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ CH3 CH2 CH3 ആണ്. ഒരു കാർബണും കൂടി വരും CH3. ഇപ്പോൾ പ്രൊപ്പെയിൻ ആണെങ്കിൽ 3 കാർബൺ ഉണ്ട്. ആൻഡ് 3 കാർബൺ അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ. 3 കാർബണിനും sp3 ഹൈബ്രിഡൈസേഷൻ വരും. ഓരോന്നിലും 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. ഇതിലുള്ള 4 ഹൈബ്രിഡ് ഓർബിറ്റൽ 3 എണ്ണം ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യും. ബാക്കി ഒന്ന് ഈ കാർബണിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യും. ഇനി അതുപോലെ ഇവിടെയും 4 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 3 എണ്ണം ഹൈഡ്രജൻ്റെ 1sമായി ഓവർലാപ്പ് ചെയ്യും. ബാക്കിയൊന്ന് ഈ കാർബണുമായി ഓവർലാപ്പ് ചെയ്യും. ഇനി സെൻട്രൽ കാർബണിലോ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 2 എണ്ണം ഹൈഡ്രജൻ്റെ 1sമായി ഓവർലാപ്പ് ചെയ്യും. ഒന്ന് ഈ കാർബണുമായും ഒന്ന് ഈ കാർബണുമായും ഓവർലാപ്പ് ചെയ്യും. സോ ഇൻ ഓൾ ആൽക്കെയിൻസ് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ഈച്ച് കാർബൺ ഈസ് sp3. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ആൽക്കെയിനിലും കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. അല്ലെങ്കിൽ കാർബണിന് 4 വാലൻസിയും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. ഇഫ് ഓൾ ദി 4 വാലൻസീസ് ഓഫ് കാർബൺ ഈസ് സിംഗിൾ ബോണ്ട്സ് then the hybridization of carbon is sp3. So that is a hybridization in alkane അല്ലെങ്കിൽ ethane molecule ഉള്ള hybridization. It undergo sp3 hybridization. Okay, clear അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൽക്കീൻസിൽ വരുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഫസ്റ്റ് സിംപ്ലസ്റ്റ് ആൽക്കീൻ ഈസ് എത്തീൻ C2H4. അതിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2, അതാണ് എത്തീൻ എന്ന് പറയാം. ഇവിടെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാർബണിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു 1s2 2s2 2p2. ദാറ്റ് ഇസ് എ ബോക്സ് റെപ്രസെൻറ്റേഷൻ. 2sലെ ഒരു ഇലക്ട്രോണിനെ 2pയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. 2s electron is excited to the empty 2p forming 1s2 2s1 2p3 excited configuration. 2sലും 2pയിലും 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഇനി ഇവിടെ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരിക എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യാം. സിഗ്മ ബോണ്ട്സ് ആണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. സിഗ്മ ബോണ്ട്സ് ആണ് ഫോം ചെയ്യുക. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ളതിൽ 3 സിഗ്മ ബോണ്ടാണ്. ഇവിടെ നോക്കുക, ഈ എത്തീൻ മോളിക്യൂളിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ഇത് സിഗ്മയാണ്, ഇത് സിഗ്മയാണ്, ഇതും സിഗ്മയാണ്. അടുത്ത ബോണ്ട് ഡബിൾ ബോണ്ടിൽ 1 സിഗ്മയാണെങ്കിൽ അടുത്ത പൈ ആണ്. അപ്പോൾ ഈ കാർബണിൽ 3 സിഗ്മ ബോണ്ടാണ്. അതുപോലെ ഇതിലും ഇതൊന്ന് സിഗ്മ, പിന്നെ ഈ 2 ഹൈഡ്രജനുമായിട്ടുള്ളത് സിഗ്മ ബോണ്ടാണ്. അപ്പോൾ 2 കാർബണിനും 3 സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. ഇപ്പോൾ 3 ഓർബിറ്റൽസ് ആണ് ഇൻ്റർമിക്സ് ചെയ്യുക. എത്ര സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നോ അത്രയും ഓർബിറ്റൽസ് ആണ് ഇൻ്റർമിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിലും 3 സിഗ്മ ബോണ്ടേ ഫോം ചെയ്യേണ്ടു. സോ 3 orbitals 1 2s and 2 2p are intermixing. So what is the hybridization? sp2. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നു. സോ ദി ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. അപ്പോൾ ഷേപ്പ് എന്ത് വരും? ട്രയഗണൽ പ്ലാനാർ, ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണ് sp2 ഹൈബ്രിഡൈസേഷനിലൂടെ 2 കാർബണിലും ട്രയഗണൽ പ്ലാനാർ അറേഞ്ച്മെൻറ്റിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വീതം ഫോം ചെയ്യും. And each of these hybrid orbitals
രണ്ട് കാർബണിലും 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ഇനി ഒരു ഓർബിറ്റിൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്യാതെ ഒരു പി ഓർബിറ്റിൽ ഹൈബ്രിഡൈസ് ചെയ്യാതെ 2 കാർബണിലും ബാക്കിയുണ്ടാവും അല്ലേ. 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ളതിൽ 3 എണ്ണമാണ് മിക്സ് ചെയ്യുക. അപ്പോൾ 4ാമത്തെ ഓർബിറ്റിൽ അൺഹൈബ്രിഡൈസ്ഡ് ആണ്. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. 3 ഹൈബ്രിഡ് ഓർബിറ്റൽസും കാർബണിൽ 3 ഒരു എസ് ഓർബിറ്റിലും 2 പിയും കൂടി മിക്സ് ചെയ്ത് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. അത് പ്ലാനാറാണ്, ട്രയഗണൽ പ്ലാനാറായിട്ട് അറേഞ്ച് ചെയ്യും. ഇനി ബാക്കിയുള്ള ഒരു പി ഓർബിറ്റലുണ്ട്, ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുണ്ട്. അത് അൺഹൈബ്രിഡൈസ്ഡ് ആണ്, 2 ലോബ്സ് ഉള്ള ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. ഇപ്പോൾ 2 കാർബണിലും 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ട്രയഗണൽ പ്ലാനാറായിട്ട് ഫോം ചെയ്യും. ബാക്കി ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലുണ്ട്, 2 ലോബ്സ് ഉള്ള ഡംബൽ ഷേപ്പുള്ള ഒരു പി ഓർബിറ്റൽ ബാക്കിയുണ്ട്. ഇനി അതെങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുക? ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ 2 എണ്ണം ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്ത് 2 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും ഓൺ ഈച്ച് കാർബൺ. ഓരോ കാർബണിലും 2 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 3 ഹൈബ്രിഡ് ഓർബിറ്റലുള്ളതിൽ 2 എണ്ണം ഹൈഡ്രജൻ്റെ 1sമായി ചേർന്ന് 2 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഈ കാർബണും 2 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഒരു ഹൈബ്രിഡ് ഓർബിറ്റിൽ 2 കാർബണിലും ബാക്കിയുണ്ട്. അത് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് 1 CC സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരു കാർബൺ സിഗ്മ ബോണ്ട് കാർബണിനിടയിൽ ഫോം ചെയ്യും. 3 ഹൈബ്രിഡ് ഓർബിറ്റിൽ 2 എണ്ണം ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ബാക്കിയുള്ള 1 2 കാർബണിലും ബാക്കിയുള്ള ഓരോന്ന് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് വരിക. ഇനി ബാക്കി 2 കാർബണിലും എന്താണ്, ഓരോ ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ ബാക്കിയുണ്ട്. അൺഹൈബ്രിഡൈസ്ഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റിലുണ്ട്. അതിന് 2 ലോബ്സ് ഉണ്ടാവും. ആ ട്രയാങ്കിളിൻ്റെ മുകളിലേക്കും താഴേക്കുമായിട്ടാണ് ഈ ലോബ്സ് ഉണ്ടാവുക. 2 കാർബണിൻ്റെയും ട്രയഗണൽ പ്ലാനാർ ഷേപ്പിന് മുകളിലേക്കും താഴേക്കും ഓരോ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് ഉണ്ടാവും. ദേ ആർ ഓവർലാപ്പിംഗ് സൈഡ് വേസ്. ഈ 2 പി ഓർബിറ്റൽസ് സൈഡ് വേസ് അതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സൈഡ് വേസ് ഓവർലാപ്പിംഗ് നടത്തി പൈ ബോണ്ട് ഫോം ചെയ്യും. പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക? സൈഡ് വേസ് അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിങ്ങിലൂടെ. സോ ദി അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഓൺ ഈച്ച് കാർബൺ ഓവർലാപ്പ് സൈഡ് വേസ് ഫോമിങ് പൈ ബോണ്ട്സ്. അങ്ങനെയാണ് ഡബിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം. ദാറ്റ് ഈസ് ബോണ്ടിങ് ഇൻ ആൽക്കീൻസ്. അതുപോലെ ഏത് ആൽക്കീനിലും ഡബിൾ ബോണ്ടഡ് കാർബണിലുള്ള ഹൈബ്രിഡൈസേഷൻ എന്താണ്? Sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ Sp2 ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? Each of the carbon undergo Sp2 hybridization forming 3 hybrid orbitals. 2 of them overlap with the 1s orbital of hydrogen forming 2 CH sigma bond on each carbon. And the remaining 1 overlap each other forming carbon sigma bonds. And the unhybridized p orbital on each carbon overlap sideways forming double bonds or pi bonds. Then hybridization in alkynes, triple bonded carbon hybridization. First alkyne is C2H2 ethine. C2H2 carbon triple bond ആണ്. ബാക്കിയുള്ള ഒരു വാലൻസി ഹൈഡ്രജനുമായിട്ട് വരും. ഇനി അതിലുള്ള ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാർബണിൻ്റെ കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇതാണ്. ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് എക്സൈറ്റഡ് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. അപ്പോൾ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഇനി ഇതെങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്യും? ഇവിടെ നോക്കുക, കാർബൺ എത്ര സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യാൻ നോക്കുക. അത്രയും ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസ് ചെയ്യുക. അപ്പോൾ ഈ കാർബൺ ഇവിടെ CH സിഗ്മ ബോണ്ടായി. ഇതിലൊന്ന് സിഗ്മയാണ്, ബാക്കി 2 ബോണ്ട് പൈ ബോണ്ടാണ്. ഇതും സിഗ്മയാണ്. അപ്പോൾ ഒരു കാർബണിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 2 സിഗ്മ ബോണ്ടേ ഉള്ളൂ. സോ ഓൺലി 2 ഓർബിറ്റൽസ് ആർ ഇൻ്റർമിക്സിങ്. ഏതൊക്കെയായിരിക്കും ഇൻ്റർമിക്സ് ചെയ്യുക? ഒരു 2sഉം ഒരു 2pയും കൂടി ഇൻ്റർമിക്സ് ചെയ്യും. സോ ദി ഹൈബ്രിഡൈസേഷൻ ഈസ് Sp hybridization. Forming 2 hybrid orbitals that is arranged linearly. കാർബണിന് ചുറ്റും 2 കാർബണിലും 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അത് എന്താണ്, ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യും. 1 hybrid orbital on each carbon overlap with the 1s orbital of hydrogen forming 1 CH sigma bonds. 1 CH sigma bonds on each carbon.
ഓരോ കാർബണിലും ഒരു CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 2 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഒന്ന് ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ബാക്കി 2 കാർബണിലും ഓരോ സിഗ്മ ബോണ്ട് ബാക്കിയുണ്ട്. അത് പരസ്പരം ഓവർലാപ്പ് ചെയ്യും. 2 കാർബണിൻ്റെയും ഓരോ ഹൈബ്രിഡ് ഓർബിറ്റിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് 1 കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരു CH സിഗ്മ ബോണ്ടും ഒരു CC സിഗ്മ ബോണ്ടും. അത് ലീനിയർലി അറേഞ്ച് ചെയ്യും. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാം ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് 2 പൈ ബോണ്ട് ഉണ്ട്. അതെങ്ങനെയാണ് ഫോം ചെയ്യാം? കാർബണിൽ നോക്കുക, എക്സൈറ്റഡ് കോൺഫിഗറേഷനിൽ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റിലുള്ളതിൽ 2 മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. ദിസ് 2 unhybridized p orbitals are perpendicular to this hybrid orbitals. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് മ്യൂച്വലി പ്രിപ്പൻഡിക്കുലർ ആയിട്ടാണ് ഈ 2 unhybridized p orbitals ഉണ്ടാവുക. ഇതും പരസ്പരം പ്രിപ്പൻഡിക്കുലർ ആണ്, ആൻഡ് ദാറ്റ് ഈസ് പ്രിപ്പൻഡിക്കുലർ ടു ദി ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ആൻഡ് ദിസ് 2 unhybridized p orbitals on each carbon overlap sideways, forming 2 pi bonds. 2 കാർബണിലും 2 unhybridized p orbitals ഉണ്ട്. അത് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കാർബൺ പൈ ബോണ്ട് ഫോം ചെയ്യും. എത്ര പൈ ബോണ്ട് ഉണ്ടാവും? 2 കാർബണിലും 2 unhybridized ഓർബിറ്റലുണ്ട്. അപ്പോൾ 2 പൈ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ട്രിപ്പിൾ ബോണ്ട് വരിക. സിഗ്മ ബോണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ബാക്കി അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് 2 പൈ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ബോണ്ടിങ് ഇൻ എത്തൈൻ മോളിക്യൂൾ. അതുപോലെ ഏത് ആൽക്കൈനിലും ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ഹൈബ്രിഡൈസേഷനാണ് കാർബൺ ട്രിപ്പിൾ ബോണ്ടിന് വരിക. അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ അല്ലെങ്കിൽ ആൽക്കൈൻസിൻ്റെ ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ ആൽക്കൈനിൽ sp3 ഹൈബ്രിഡൈസേഷനാണ് ആൽക്കൈനിൽ വരിക. ആൽക്കൈനിലോ sp2. ആൻഡ് ഇൻ ആൽക്കൈൻ sp ഹൈബ്രിഡൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻ്റ്. sp3, sp2 ആൻഡ് sp ഹൈബ്രിഡൈസേഷൻ. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് s ആൻഡ് p ഓർബിറ്റൽസ്. ഇനി d ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ. 3s, 3p ആൻഡ് 3d ഒരേ ഷെല്ലിലുള്ള ഓർബിറ്റൽസ് ആണ്. അതിന് പരസ്പരം മിക്സ് ചെയ്യാം. 3s, 3p ആൻഡ് 3d ക്യാൻ ഇന്റർമിക്സ്. അതുപോലെ ഈ 3d ഓർബിറ്റലിന് 4s ആൻഡ് 4pയുമായിട്ടും ഇന്റർമിക്സ് ചെയ്യാം. കാരണം അതിന്റെ എനർജീസ് കമ്പയറബിൾ ആണ്. സോ 3d ക്യാൻ ഇന്റർമിക്സ് വിത്ത് 4s ആൻഡ് 4p. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ഇന്റർമിക്സിങ് പോസിബിൾ ആണ്. നമുക്ക് പഠിക്കാം, ഈ വർഷം പഠിക്കാനുള്ളത് 3s, 3p, 3d ഇന്റർമിക്സിങ് ആണ്. ഇപ്പോൾ 2 ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ആണ്. d ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന 2 ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് പഠിക്കാം. sp3d ആൻഡ് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഫസ്റ്റ് sp3d. It is intermixing of 1 s orbital, 3 p orbital and 1 d orbital. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഷേപ്പ് ട്രൈഗണൽ ബൈപിരമിഡ്സ്. ബോണ്ട് ആംഗിൾസ് എന്തായിരുന്നു? 3 120 ഡിഗ്രി ആൻഡ് 2 90 ഡിഗ്രി ആംഗിൾസ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. സോ ഇന്റർമിക്സിംഗ് ഓഫ് 1 s orbital, 3 p orbital and 1 d orbital, forming 5 hybrid orbitals. Shape is trigonal bipyramids and bond angle is 3 120 degree and 2 90 degree angles. Example നോക്കാം. PCl5 molecule. Central atom is phosphorus. Phosphorusന്റെ atomic number 15 ആണ്. Electronic configuration വരും 1s2, 2s2, 2p6. Second shell complete ആയി. Third shell 5 electron. 3s2, 3p3. 3d vacant ആണ്. ബോക്സ് റെപ്രസെന്റേഷൻ നോക്കാം. 3s 2, 3p 3, 3d എന്ന് പറഞ്ഞാൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. d സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. അത് എംപ്റ്റി ആണ്. ഇനി ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ട്? 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ. 5 PCl ബോണ്ട് ഉണ്ട്. 5 ബോണ്ട് ആണെങ്കിൽ 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. സോ എക്സൈറ്റേഷൻ ഇസ് റിക്വയർഡ്. എക്സൈറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഈ 3s ഈ 3dയിലേക്ക് എക്സൈറ്റ് ചെയ്യുക. So the excited configuration ഇങ്ങനെ എഴുതാം. ബാലൻസ് കോൺഫിഗറേഷൻ മാത്രമാണ് ഞാൻ എഴുതുന്നത്. 3s1, 3p3, 3d1 ഇങ്ങനെ വരും. 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഇനി അത് ഇന്റർമിക്സ് ചെയ്യുന്നു. ഈ 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഒരു 3s, 3 3p, ഒരു 3d. 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d ഹൈബ്രിഡൈസേഷൻ, ഫോമിംഗ് 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇനി 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ്
ക്ലോറിൻ്റെ പി ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്ത് 5 ഫോസ്ഫറസ് ക്ലോറിൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 5 ഫോസ്ഫറസ് ക്ലോറിൻ സിഗ്മ ബോണ്ട്. That is a hybridization in PCl5. ഇനി ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണ്? ട്രയാഗണൽ ബൈപിരമിഡ്. അതിൽ സെൻട്രൽ ഫോസ്ഫറസും 3 ക്ലോറിനും ട്രയാങ്കുലർ ഒരു പ്ലെയിനിൽ, സെയിം പ്ലെയിനിൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്കാണ് അറേഞ്ച് ചെയ്യുക. 3 phosphorus chlorine bonds are in the triangular plane, that is called equatorial bonds with an angle of 120 degree. ബാക്കിയുള്ള 2 bond, one is above and one is below the plane of triangle. They are called axial bonds with an angle of 90 degree. ഇപ്പോൾ 2 ടൈപ്പ് ആംഗിൾ വരുന്നതുകൊണ്ട് തന്നെ ഈ PCl5 മോളിക്യൂൾ റിയാക്റ്റീവ് ആണ്. ഈ ആക്സിയൽ ബോണ്ട് 90 ഡിഗ്രി ആംഗിളേ ഉള്ളൂ, സോ ഇറ്റ് സഫേഴ്സ് ഗ്രേറ്റർ റിപ്പൾഷൻ compared to equatorial bonds. Axial bond suffers greater repulsion, so it cannot reduce the repulsion by increasing angle. An angle കൂട്ടിയിട്ട് repulsion കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? The axial bond elongates, അല്ലെങ്കിൽ bond length increase ചെയ്യും. Thereby it can reduce repulsion. അപ്പോൾ axial phosphorus chlorine bond length increase ചെയ്യും, അങ്ങനെയാണ് അത് റിപ്പൾഷൻ കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ആ മോളിക്യൂൾ കൂടുതൽ റിയാക്റ്റീവ് ആവും, ബോണ്ട് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ PCl5 മോളിക്യൂൾ ഈസ് റിയാക്റ്റീവ് ഡ്യൂ ടു ഗ്രേറ്റർ റിപ്പൾഷൻ ഇൻ ആക്സിയൽ ബോണ്ട്സ്. സോ ആക്സിയൽ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്, അല്ലെങ്കിൽ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ്സ് ആൻഡ് ദി മോളിക്യൂൾ ഈസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ PCl5 മോളിക്യൂളിന്റെ ഗ്രേറ്റർ റിയാക്ടിവിറ്റി നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് പറയാം. ഇറ്റ് അണ്ടർഗോ Sp3D hybridization, forming 5 hybrid orbitals. 3 hybrid orbitals are at 120 degree. They are called equatorial bonds, and the remaining 2 are axial bonds. It suffers greater repulsion. So, in order to reduce repulsion, axial bond length increases. That makes PCl5 molecule more reactive. ഇനി നമുക്ക് another type of hybridization involving d orbital is Sp3D2 hybridization. അതിന് എക്സാമ്പിൾ Sp3D2 hybridization എക്സാമ്പിൾ S6 sulfur hexafluoride. എന്താ Sp3D2 hybridization? Intermixing of 1s orbital, 3p orbital and 2d orbital, forming how many hybrid orbitals? 6 hybrid orbitals. They are arranged at the corners of an octahedron with an angle of 90 degree. നമ്മൾ പഠിച്ചതാണ്, 6 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. So intermixing of 1s orbital, 3p orbital and 2d orbital. അതിന് എക്സാമ്പിൾ S6. സെൻട്രൽ ആറ്റം സൾഫർ ആണ്, ആറ്റോമിക് നമ്പർ സൾഫറിന്റെ ആറ്റോമിക് നമ്പർ 16. Atomic number is 16 and electronic configuration is 3s2 3p4. 3s2 3p4 ഒരു 3p ഓർബിറ്റലും കൂടി പെയർഡാണ്. ഇനി ഇതിനകത്തുള്ള ഇലക്ട്രോൺ എക്സൈറ്റേഷൻ, ഇവിടെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ, ഇതിൽ 6 ബോണ്ട് ഉണ്ട്. 6 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. എന്ത് ചെയ്യണം? ഈ 2 ഫിൽഡ് ഓർബിറ്റൽസ് എക്സൈറ്റ് ചെയ്യുന്നു, ഇതിവിടേക്കും കൂടി എക്സൈറ്റ് ചെയ്യുന്നു. 3s നിന്നൊന്നും 3p നിന്നൊന്നും 3d ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സൈറ്റഡ് കോൺഫിഗറേഷൻ ആയിട്ട് മാറും 3s1 3p3 3d2 3d2. അപ്പോൾ 6 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഇനി 6 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും കൂടി ഇന്റർമിക്സ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് എ ഹൈബ്രിഡൈസേഷൻ? Sp3D2 hybridization, forming 6 hybrid orbitals. ഈ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാം? 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒക്ടാഹെഡ്രലി അറേഞ്ച് ചെയ്യും. ഒക്ടാഹെഡ്രൽ ആൻഡ് ബോണ്ട് ആംഗിൾ ഈസ് 90 ഡിഗ്രി. എത്ര ബോണ്ട് ഫോം ചെയ്യും? 6 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫ്ലോറിന്റെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് 6 സൾഫർ ഫ്ലോറിൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ബോണ്ടിങ് ഇൻ S6. എല്ലാത്തിനും 90 ഡിഗ്രി ആംഗിൾ ആണ്. 6 സൾഫർ ഫ്ലോറിൻ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ഇൻ SF6, Sp3D2 hybridization. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ പഠിച്ചു. S and P orbitals ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ഏതൊക്കെയായിരുന്നു? Sp, Sp2 and Sp3. അതുപോലെ ഓർഗാനിക് ഹൈഡ്രോകാർബൺസിന്റെ കേസിലുള്ള ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. ആൽക്കെയിൻസിൽ Sp3, ആൽക്കീൻസ് അണ്ടർഗോ Sp2 ആൻഡ് ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് അണ്ടർഗോ Sp ഹൈബ്രിഡൈസേഷൻ. അതുപോലെ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിംഗ് d ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? Sp3D and Sp3D2 hybridization.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടതാണ് ഹൈബ്രിഡൈസേഷൻ. നന്നായി പഠിക്കുക.